ഞങ്ങള് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എല്ലാ കൊല്ലം വെക്കേഷനായ എന്തായാലും മദ്രാസിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മദ്രാസിൽ ചെന്ന് കാണുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. എന്നാ അപ്പോ എല്ലാ പ്രാവശ്യവും അങ്ങോട്ട് തന്നെ പോവുള്ളൂ കേട്ടോ, വേറെ ഒരു സ്ഥലത്തേക്കും പോവില്ല. ഒന്ന് അയ്യപ്പന്റെ അമ്പലം, പിന്നെ നമ്മുടെ ടവർ പാർക്ക്, മലയാളികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ പവനായി ചാടി വീണ് മരിച്ചിട്ടുള്ള ആ പാർക്ക്, അതിവിടെ തൊട്ടടുത്താട്ടോ. പിന്നെ മെറീന ബീച്ചിൽ പോവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അണ്ണാദുറേനെയും MGRനെയും എല്ലാവരെയും കണ്ടൊന്ന് തൊഴുതിട്ട് വരും. അമ്മമ്മ കാണിക്കണ ഒരു പണിയുണ്ട് കേട്ടോ. മെറീന ബീച്ചിലേക്ക് പോകുമ്പോഴേ അച്ചപ്പും കുഴലപ്പും മുറുക്കും വെള്ളവും ഒക്കെ ആയിട്ടാ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ ഇതൊക്കെ എടുത്തിട്ട് കയ്യിൽ പിടിപ്പിച്ചു തരും. ഞങ്ങള് ഇതങ്ങോട്ട് കാണുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ചെരുപ്പിറക്കാൻ തുടങ്ങും. അപ്പോഴേക്കും വലിയച്ഛൻ സഹി കെട്ടിട്ട് ഐസ്ക്രീമും പാനിപ്പൂരിയും മസാലപ്പൂരിയും ഒക്കെ വാങ്ങി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടളകിയിട്ട് ഒരു സർവണ സ്റ്റോസിലേക്കുള്ള ഒരു പോക്കുണ്ട്. ആ ദിവസം മുഴുവനും അവിടെ കിടന്ന് നിരങ്ങും. എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഷോപ്പിങ്ങിന് ഞങ്ങളെ സർവണ സ്റ്റോഴ്സിലാണ് ഉണ്ടാവുക. ഞാൻ എപ്പോഴും പറയും, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സർവണ സ്റ്റോഴ്സുകാർ നമുക്ക് വല്ല പട്ടും വളയും തരും. എന്താ വെച്ചാ സ്ഥിരം കസ്റ്റമേഴ്സ് ആണേ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാലേ, മദ്രാസിൽ മാത്രമാണ് പണ്ടത്തെ ബ്രിട്ടീഷ് കാലത്തുള്ള കെട്ടിടങ്ങളും അതുപോലെ ബ്രിട്ടീഷുകാർ പേരിട്ടിട്ടുള്ള റോഡുകളും ഒക്കെ ഇപ്പോഴും ഉള്ളത്. അതിലത്തെ ചിലതൊക്കെ നശിച്ചു പോയി തുടങ്ങിയിരിക്കണു. എന്തായാലും ഈ പ്രാവശ്യം മദ്രാസിലേക്ക് വരുമ്പോൾ എപ്പോൾ നോക്കിയാലും പോണ സ്ഥലങ്ങൾക്കൊന്നും പോവില്ല എന്നുള്ളത് വിചാരിച്ചിട്ടുള്ളതായിരുന്നു. എന്നാ ശരി കേട്ടോ, പോയിട്ട് പണിയുണ്ട്.